എം ടി വാസുദേവൻ നായർ ഇന്നലെ രാത്രി 10 മണിക്കാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. കഴിഞ്ഞ ഒരു 4-5 ദിവസങ്ങളിലായി രോഗം മൂർച്ഛിച്ച് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പത്രങ്ങളിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. 1933 അദ്ദേഹം ജനിച്ചത്. 91-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടത്. ഏകദേശം 7 പതിറ്റാണ്ടിലധികം കാലം മലയാള സാഹിത്യരംഗത്ത് അതുല്യമായ സംഭാവനകൾ. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നോവലുകളും മറ്റും വായിച്ചിട്ടുണ്ട്. ചലച്ചിത്ര രംഗത്താണെങ്കിൽ അദ്ദേഹം വലിയ ഒരു സംഭാവനകളാണ്, പല ചലച്ചിത്രങ്ങളുടെയും പിന്നിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണുള്ളത്. നിർമ്മാല്യം പോലുള്ള കുറേയേറെ പഴക്കമുള്ള മറ്റൊന്നുമില്ല എന്ന് പ്രകടമാക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും അതിൻ്റെ ആ തരത്തിലുള്ള അഭിനയങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരു കാർക്കിച്ചുതുപ്പലിലൂടെ ആ ഒരു നിർമ്മാല്യം എന്നുള്ള സിനിമയിലൊക്കെ നമുക്ക് ആ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. നാലുകെട്ട് പോലുള്ള വളരെ പ്രധാനപ്പെട്ട നോവലുകളിൽ തറവാടുകളുടെ തകർച്ചയും അത് സാമൂഹ്യ രംഗത്തൊക്കെ ഉണ്ടാക്കിയ അതിൻ്റെ ഭാഗമായുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി അദ്ദേഹം തൻ്റെ എഴുത്തുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ പുരസ്കാരങ്ങൾ, ജ്ഞാനപീഠം അവാർഡ് ഉൾപ്പെടെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ പലപ്പോഴും അദ്ദേഹത്തെ ഒരു മുണ്ട് മാടിക്കെട്ടി ആ പാതയിലൂടെ പോകുന്ന ഒരു ചിത്രമൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. ഇവിടെ വളരെയേറെ ആളുകൾ സംസാരിക്കാനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട 19-ാം വാർഡ് മെമ്പർ കൂടിയായ പ്രേം മാഷെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ സ്നേഹപൂർവ്വം വിളിക്കുന്നു. വിശേഷിപ്പിക്കുമ്പോൾ മലയാള ഭാഷയെയും മലയാള സാഹിത്യത്തെയും ഇന്ത്യൻ സംസ്കാരത്തെയുമൊക്കെ വളരെയേറെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു നമ്മുടെ ഇടയിൽ നമ്മുടെ സാഹിത്യ ലോകത്തിൻ്റെ വിവിധ മേഖലകൾ, അത് ചെറുകഥയായാലും നോവലായാലും തിരക്കഥയായാലും നാടകമായാലും സിനിമയായാലും എല്ലാം മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന, അതുപോലെ തന്നെ സമൂഹത്തിൽ പരിവർത്തനത്തിന് വിധേയമാകുന്നതിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന ഒട്ടേറെ സാഹിത്യ രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ചെറുകഥകളിലൂടെ വളർന്നു വന്ന് നോവൽ മേഖലയിലേക്ക് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സഭ നീണ്ടപ്പെടും. അദ്ദേഹം നമ്മുടെ സാഹിത്യ ലോകത്ത് സമ്മാനിച്ചിട്ടുള്ള മഹത്തായ സൃഷ്ടികൾ എന്നെന്നും സ്മരിക്കപ്പെടുന്നതാണ്. വിധയായ അദ്ദേഹത്തിൻ്റെ ആദ്യ കഥകളായാലും നോവലായാലും സിനിമയായാലും ഒക്കെ അതിന് സാഹിത്യ ലോകത്ത് പുതിയതായിട്ടുള്ള ഒരു വഴി തുറന്നു തന്ന് സമ്പന്നതനായി. ഇപ്പോൾ ഭാഷയെ സാഹിത്യ ലോകത്തിൽ അദ്ദേഹം വിരാജിച്ചപ്പോൾ തന്നെ നമ്മുടെ മലയാള ഭാഷയെ വളരെയേറെ സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു. മലയാള ഭാഷയെ മാത്രമല്ല, ലോകോത്തര ഭാഷകളെ അല്ലെങ്കിൽ മറ്റ് ഭാഷകളെ അദ്ദേഹം അതിലൊക്കെ തന്നെ വളരെ അവഗാഹം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ആ ഭാഷകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ സാഹിത്യ ലോകത്തെ വളരെ വിപുലമാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായി. ആ രീതിയിൽ മലയാള ലോകത്ത് സാഹിത്യ രംഗത്ത് നമ്മുടെ സാംസ്കാരിക രംഗത്ത് വളരെ കാലമായി നിറഞ്ഞു നിന്നിട്ടുള്ള MD എന്ന 2 അക്ഷരത്തിൽ നമ്മൾ ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വളരെ വലുതാണ്. അത് അദ്ദേഹം നൽകിയിട്ടുള്ള രചനകളിലൂടെ നമ്മുടെ സമൂഹത്തിന് അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെ പുതിയ ഒരു യുഗം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായകമായിട്ടുണ്ട്. ആ രീതിയിൽ MD തുറന്നു തന്ന അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടെത്തലുകൾ, പുതിയ സമൂഹ നിർമ്മിതിക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ തൂലിക എങ്ങനെയൊക്കെ തന്നെ ചലിപ്പിച്ചുവോ അതിലുള്ള ആശയങ്ങളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിന് കൈമുതലായിട്ട് മാറേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു പുതിയ ലോകത്തെ, പുതിയ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയും
അദ്ദേഹത്തിൻ്റെ സംസ്കാരവും അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളൊക്കെ തന്നെ നമുക്ക് കൈമുതലാകേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മലയാളികൾ മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ കുലപതി MD വാസുദേവൻ നായർ ഇന്നലെ രാത്രി 10 മണിക്ക് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികൾ സിനിമ ഉൾപ്പെടെ ചെറുകഥയും നോവലും നാടകമൊക്കെ തന്നെ ഇനി ലോകം ഉള്ള കാലത്തോളം ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ നാലുകെട്ടായിരുന്നാലും ആദ്യകാല നോവലായിരുന്നാലും നാലുകെട്ടായിരുന്നാലും അതുപോലെയുള്ള പിന്നീട് വന്ന രണ്ടാം മൂഴമൊക്കെ തന്നെ നിലവിലുള്ള പലരും എഴുതിയെന്ന് വ്യത്യസ്തമായി ലോകത്തെയും സമൂഹത്തെയും നോക്കിക്കാണാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ പള്ളിവാളും കാൽച്ചിലമ്പി എന്ന ചെറുകഥ സൂചിപ്പിച്ച മാതിരി നിർമാല്യം എന്ന സിനിമയായപ്പോൾ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരു ചാട്ടുളി പോലെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി മാറി. ഇന്നായിരുന്നെങ്കിൽ അത് എഴുതിയ ആളെയും സംവിധാനം ചെയ്ത ആളെയും അത് കാണുന്നവരെ പോലും ചില വിഭാഗങ്ങൾ വെറുതെ വിടുമായിരുന്നോ എന്ന സംശയം നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. അന്ന് അത് ആ രൂപത്തെ തന്നെ അവതരിപ്പിക്കാൻ സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തെ കാണിച്ച ആ ആത്മശക്തി അത് നമുക്ക് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ വടക്കും പാട്ടുകൾ കേട്ട് പഠിച്ചിട്ടുള്ളത് ചതിയൻ ചന്തുവിനെ പറ്റിയാണെങ്കിൽ ചന്തുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മഹാനടൻ മമ്മൂട്ടി തന്നെ അത് അവതരിപ്പിക്കുമ്പോൾ ആ ചതിയൻ ചന്തു ചതിയനല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ആ സിനിമ, അതുപോലെ വീര പഴശ്ശിരാജ തുടങ്ങി അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമ പഴയ ഉറപ്പെണ്ണ് പിന്നീട് പേരെടുത്ത് പറയാവുന്ന ധാരാളം സിനിമകളിലൂടെ നമ്മളെ മലയാളികളെ ആ കാലത്തോടൊപ്പം കൂട്ടിക്കൊണ്ടുപോയ MD. അതുപോലെ തന്നെ വെറും 3.5 കോടി മലയാളികൾ മാത്രം സംസാരിക്കുന്ന മലയാള ഭാഷയ്ക്ക് ജ്ഞാനപീഠം അവാർഡ് വാങ്ങിത്തന്ന MDയോടും ഈ ശങ്കരക്കുറുപ്പിനോടും ഒക്കെ ഒപ്പം തന്നെ മലയാളികളുടെ അഭിമാനമായ അഹങ്കാരമായ MD വാസുദേവൻ നായരുടെ നിര്യാണം എന്ന് പറഞ്ഞാൽ അധിക മുൻപാണെന്ന് പറയുന്നത് 91 വയസ്സായി എങ്കിൽ പോലും ആ നിര്യാണത്തിൽ നമ്മുടെ എരവട്ടൂർ ജനകീയ വായനശാലയ്ക്കുള്ള എല്ലാ ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുന്നു മാത്രമായി പറയാനുള്ളൂ. നമുക്ക് 2 മിനിറ്റ് നിന്ന് അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തും. കുലപതി എന്ന് നമ്മൾ വിശേഷിച്ചാൽ മതിയാവാത്ത രീതിയിൽ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറി കേരളീയ ജനതയുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം സൃഷ്ടിച്ച കലാസൃഷ്ടികൾക്ക് രൂപം കൊടുത്ത ഒരു വലിയ മനുഷ്യനായിരുന്നു. 1933 പാലക്കാടുള്ള വള്ളുവനാടൻ ഗ്രാമമായ കൂടല്ലൂരിൽ ജനിച്ച് കുറേ കാലം കഴിയുമ്പോൾ കോഴിക്കോടേക്ക് ചേക്കേറി തൻ്റെ കലാസഹചകൾ ഓരോ സമയത്തും നമ്മുടെ മലയാളികൾക്ക് അനുഭവവേദ്യമാക്കിക്കൊണ്ട് നമ്മുടെ സംസ്കാരത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്താൻ MDക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ 1974 പുറത്തിറക്കിയ നിർമാല്യം എന്ന PJ ആൻ്റണിയുടെ കഴിവുകൾ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ച MDക്ക് അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഇന്ന് ആ ഒരു സിനിമ നമ്മൾ വീണ്ടും കാണുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ആ ഒരു സിനിമ ഇന്ന് വരികയാണ് എങ്കിൽ ഇന്നിവിടെ ഭയങ്കരമായ കലാപങ്ങളും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഒരു വിഗ്രഹത്തിൻ്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പുന്ന രീതിയിൽ പോകുന്ന സിനിമ, പഴയ കാലത്തെ ഈ അമ്പലങ്ങളിലെ അല്ലെങ്കിൽ വെളിച്ചപ്പാടുകളുടെ ജീവിതങ്ങൾ
അവയുടെ ശോച്യാവസ്ഥ, അല്ലെങ്കിൽ പഴയകാല തറവാടുകളുടെ അമ്പലങ്ങളുടെയൊക്കെ തന്നെ കഥനകഥകൾ, ഇതെല്ലാം തന്നെ എടുത്ത് വരച്ച് കാണിച്ചിരുന്ന നോവലുകളായിരുന്നു മുഴുവൻ. അസുരവിത്തിലെ വേലായുധൻകുട്ടി, അല്ലെങ്കിൽ മഞ്ഞ് എന്ന് പറയുന്ന നോവലിലെ വിമല, സ്വർഗം തുറക്കുന്ന സമയമെന്ന സിനിമ എന്ന കഥ അദ്ദേഹം സിനിമയാക്കിയപ്പോൾ ആ സിനിമ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പല സ്ഥലങ്ങളിലായിട്ട് കാണുന്ന ഒരു സംഭവവിശേഷവും നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ നടന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. മലയാളികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു ഒരു തലമുറയെ വായനശാലയിലേക്കും വായനയിലേക്കും നയിച്ചത് അദ്ദേഹം അതുപോലെ ടി ബഷീർ, കാക്കനാടൻ ഇങ്ങനെയുള്ളൊരു എഴുത്തുകാരുടെ ഒരു ലോകത്തിനുണ്ട്. ഓരോരുത്തരും ഓരോരോ എഴുത്തിൻ്റെ ശൈലിയിലും സാമൂഹ്യ ജീവിത യാഥാർത്ഥ്യങ്ങളിലും കഥയിലും നോവലിലൊക്കെ ഇങ്ങനെ പ്രതിഫലിപ്പിക്കുമ്പോൾ MDയുടെ കഥകളിലും നോവലുകളിലും അപാരമായ ഒരു ആകർഷകത്വം ഉണ്ടായിരുന്നു. പ്രത്യേകമായ ഒരു വശീകരണ ശക്തി അദ്ദേഹത്തിൻ്റെ കഥകൾക്കെല്ലാം ഉണ്ടായിരുന്നു. ഇതിലെ ഗോവിന്ദൻകുട്ടി, എനിക്ക് ആ കഥാപാത്രങ്ങളൊന്നും മറക്കാൻ പറ്റില്ല. വായിക്കുന്തോറും വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിൽ പതിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ്. തലവഴിയുടെ ഈ MDയുടെ നഷ്ടം വലിയൊരു നഷ്ടം തന്നെയാണ്. ജർമ്മനിയിൽ ഹിറ്റ്ലർ അങ്ങേയറ്റത്തെ ക്രൂരതകൾ അഴിച്ചുവിടുമ്പോൾ ഹിറ്റ്ലറുടെ അതേ വേഷം ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് രൂപം കൊടുത്തു. അത് ആദ്യത്തിൽ അഭിനയിച്ചു. അത് ഹിറ്റ്ലറായിട്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ആ കാലഘട്ടത്തിൽ ചാർലി ചാപ്ലിൻ ചെയ്തത്. അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് തൻസി വാസുദേവൻ നായർ ഇവിടെ നിർവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ പല കാര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ചു. അന്ധകാരത്തിൽ അന്ധതയുടെ അല്ലെങ്കിൽ തെറ്റായ ചിന്തകൾക്കെതിരായി ആ ചിന്തകളുടെ ഇരുട്ടിലേക്ക് ഒരു ചാട്ടൂല് പോലെ, ഒരു കൊള്ളിയാൻ വെട്ടം പോലെ വെളിച്ചം വായിച്ച കേരള സമൂഹത്തെ ഇത്തരത്തിൽ പരിവർത്തനത്തിന് വിധേയമാക്കിയ മറ്റൊരു എഴുത്തുകാരനുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമാണ്. അയൽപക്കങ്ങളിലെ ആൾക്കാർ, തമിഴ്നാട്ടിൽ നിന്നുള്ള സാഹിത്യകാരന്മാർ, പുതിയ എഴുത്തുകാരായ പുലിപുലികൻ എഴുത്ത് താഴെ വെച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. മോഡേൺ ഏറ്റവും കോഴിക്കോടിൻ്റെ തെരുവിൽ നിന്ന് വളർന്നു വന്ന അബ്ബാസ്, ഇവരെ വേണ്ട ബെന്യാമിൻ, ഇത്തരം എഴുത്തുകാരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് DC ബുക്ക് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കേരള ഫെസ്റ്റിവൽ കോഴിക്കോട് എഴുത്താണ്. അതിന് കഴിഞ്ഞ ഇതിൽ നമുക്കറിയാം MDൻ്റെ ഹൃദയം താങ്കളുടെ അത് ആ ഫെസ്റ്റിവൽ നമ്മൾ കണ്ടാൽ മതി. ഞാൻ 5 ദിവസവും അവിടെ മകൾക്ക് ഇരുന്നെങ്കിൽ ആസ്വദിക്കുകയും ഇതിടത്ത് താമസിക്കാനുള്ള ഒരു അവസരം കിട്ടിയതുള്ളൂ. ഈ ഫെസ്റ്റിവലിൽ എല്ലാ പല സ്റ്റേജുകളിലാണ് നടക്കുക. പക്ഷേ MD അന്ന് ഒരു ദിവസത്തെ ഒരു സ്റ്റേജിൽ വന്നപ്പോൾ ആ സ്റ്റേജിൻ്റെ മുന്നിൽ നമുക്ക് നിൽക്കാൻ കഴിയും. അത്രയും കോഴിക്കോടിൻ്റെ ആ ഇതിലെ മണൽ പോലെ തന്നെ ജനങ്ങളെയാണ് എല്ലാവരും ആ രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ കാണുന്ന മനസ്സിലേക്ക് ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട എന്തുകൊണ്ടും നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും നമ്മുടെ കേരളത്തിനും ഇത്രയും മുഴുവുണ്ടാക്കി വേദന വളരെ വിശദമായി തന്നെ എല്ലാവരും ഇവിടെ വിശകലനം ചെയ്തു. ലോക സാഹിത്യത്തിൻ്റെ നെറുകയിൽ മലയാള സാഹിത്യത്തെ ഒരു മണിമുത്ത് പോലെ പ്രതിഷ്ഠിച്ച മഹാസാഹിത്യകാരനായിരുന്നു എം.ടി. അദ്ദേഹമില്ലാത്ത മലയാള സാഹിത്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ തന്നെ പ്രയാസമാണ്. രണ്ടാമൂഴത്തിലൂടെ ഭീമനെ പ്രധാന കഥാപാത്രമായി അദ്ദേഹം രചിച്ച നോവൽ അതുവരെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഭീമനെക്കുറിച്ചുള്ള സങ്കല്പം അല്ലെങ്കിൽ ആ ബിംബം ഉടഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ ആ തരത്തിൽ അതുപോലെ
വടക്കൻ വീരഗാഥയിൽ ചന്തുവിനെ വളരെ മാന്യമായൊരു സ്ഥാനം നൽകി അദ്ദേഹത്തെ നമ്മുടെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന ചതിയൻ ചന്തുവിൻ്റെ പ്രതിരൂപം അതോടെ മാഞ്ഞുപോയി. നമ്മൾ അത് സംശയിച്ചു, ഏതാണ് ശരി, ഏതാണ് തെറ്റ്.